നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. താനൂർ ഹാർബർ ടോൾ പിരിവിനെതിരെ മനുഷ്യാവകാശ സംഘടന പ്രതിഷേധം സംഘടിപ്പിച്ചു. മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാതല തദ്ദേശ അദാലത്തിന് തുടക്കം. തിരൂർ തൃക്കണ്ടിയൂരിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണം. 4.5 ലക്ഷം രൂപ കവർന്നു. താനാളൂരിൽ വെറ്റില പറിക്കുന്നതിനിടെ മധ്യവയസ്കൻ ഷോക്കേറ്റു മരിച്ചു. സംയുക്ത മത്സ്യത്തൊഴിലാളി സമരസംഗമം സെപ്റ്റംബർ 13-14 തീയതികളിൽ. LIC AOI CITU വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. താനൂർ ഹാർബറിൽ ടോൾ ഫീസ് ഏർപ്പെടുത്തിയതിനെതിരെ ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് തിരൂർ താലൂക്ക് കമ്മിറ്റി പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു. കാൽനട യാത്രക്കാർക്ക് ചുങ്കം ഏർപ്പാടാക്കിയ രീതി കേട്ടുകേൾവിയില്ലാത്തതാണെന്നും അടിസ്ഥാന സൗകര്യമില്ലാത്ത പണി പൂർത്തിയാക്കാത്ത ഹാർബറിൽ ടോൾ ഫീസ് നടപ്പാക്കാനുള്ള ശ്രമം ശക്തിയുക്തം എതിർക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. നാണക്കേട് നാണക്കേട് അയ്യോ അയ്യോ നാണക്കേട്. ടോളിനെതിരെ പ്രതിഷേധം 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 ടോളിനെതിരെ പ്രതിഷേധം. കണ്ണു തുറക്കൂ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ കണ്ണു തുറക്കൂ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കണ്ടില്ലെന്ന് നടിക്കല്ലേ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ ബാവ ക്ലാരി, താലൂക്ക് പ്രസിഡന്റ് അബ്ദുൾ മജീദ് മൊല്ലാഞ്ചേരി, താലൂക്ക് ജനറൽ സെക്രട്ടറി PA ഗഫൂർ താനൂർ, MC അർഫാത്ത് പാറപ്പുറം, നിയാസ് അഞ്ചപ്പുര, ബിന്ദു അച്ചമ്പാട്ട്, സുലൈഖ സലാം, TP ബഷീർ, M സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ് താനൂർ. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മലപ്പുറം ജില്ലാതല തദ്ദേശ അദാലത്തിന് മലപ്പുറം മേൽമുറിയിലെ മഅ്ദിൻ അക്കാദമി ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. TV ഇബ്രാഹിം MLA അധ്യക്ഷത വഹിച്ചു. കെട്ടിട നിർമ്മാണ പെർമിറ്റ് പൂർത്തീകരണം, ക്രമവൽക്കരണം, വ്യാപാര വാണിജ്യ സേവന ലൈസൻസുകൾ, ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ, നികുതികൾ, ഗുണഭോക്തൃ പദ്ധതികൾ, പദ്ധതി നിർവഹണം, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, മാലിന്യ സംസ്കരണം, പൊതുസൗകര്യങ്ങൾ, ആസ്തികളുടെ പരിപാലനം, സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളുടെയും കാര്യക്ഷമത തുടങ്ങിയ വിഷയങ്ങളിലാണ് ഓൺലൈനായി ലഭിച്ച പരാതികൾ. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള 4ാം 100 ദിന കർമ്മപരിപാടിയുടെ ഭാഗമായാണ് ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 10 വരെയുള്ള തീയതികളിൽ എല്ലാ ജില്ലകളിലും തദ്ദേശ അദാലത്ത് നടത്തി പൊതുജനങ്ങളിൽ നിന്ന് മന്ത്രി നേരിട്ട് പരാതികൾ കേൾക്കുന്നത്. എയർപോർട്ടിന്റെ മാത്രമല്ല, എയർപോർട്ടിന്റെ NOCയുടെ പ്രശ്നമുണ്ട്, റെയിൽവേ NOCയുടെ പ്രശ്നമുണ്ട്, ഡിഫൻസ് NOCയുടെ പ്രശ്നമുണ്ട്. ഇപ്പൊ കണ്ണൂരിലൊക്കെ വന്നൊരു പ്രശ്നം ഡിഫൻസ് NOCയുടെ പ്രശ്നമാണ്. പിന്നെ നാഷണൽ ഹൈവേയുടെ ആക്സസ് പെർമിഷന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഇത്
പരിഹരിക്കുന്നതിനൊരു സംവിധാനം, നേരത്തെ പറഞ്ഞ എയർപോർട്ട് റെയിൽവേ ഡിഫൻസ്, ഇത് പരിഹരിക്കുന്നതിനൊരു സംവിധാനം ഉണ്ടാക്കണം എന്ന് ഈ അദാലത്തിന്റെ പരാതികളുടെ കൂടി അടിസ്ഥാനത്തിൽ സർക്കാർ കണ്ടിട്ടുണ്ട്. തീർച്ചയായും ബഹുമാനപ്പെട്ട MLA ഉന്നയിച്ച ഈ വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ്. സർക്കാർ തലത്തിൽ അതിനുള്ള നടപടികൾ ഉണ്ടാവും. എല്ലാ അദാലത്തുകളിലും നാഷണൽ ഹൈവേ ആക്സസ് പെർമിഷന്റെ പ്രശ്നം വന്നു. UA ലത്തീഫ് MLA, കുറുക്കുളി മൊയ്തീൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, LSGD പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവ റാവു, ജില്ലാ കളക്ടർ VR വിനോദ്, മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, LSGD റൂറൽ ഡയറക്ടർ ദിനേശൻ ചെറുവാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കാരാട്ട്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് വെട്ടം. തിരൂർ തൃക്കണ്ടിയൂർ ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണം. 4.5 ലക്ഷം രൂപ കവർന്നു. തൃക്കണ്ടിയൂരിലെ വെളിയമ്പാട്ട് ശിവശങ്കരൻ നായരുടെ വീട്ടിലാണ് മോഷണം നടന്നത്. തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൃക്കണ്ടിയൂർ ചെയർമാൻ റോഡിലെ വെളിയമ്പാട്ട് ശിവശങ്കരൻ നായരുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് മോഷണം നടന്നത്. ശിവശങ്കരനും കുടുംബവും താമസിച്ചു വരുന്ന വീടിനോട് ചേർന്നുള്ള വീട്ടിലാണ് മോഷണം നടന്നത്. ഈ വീട് ജോലി ആവശ്യാർത്ഥമായി ആധാരമെഴുത്ത് ഓഫീസായി ഉപയോഗിച്ചു വരികയാണ്. രാവിലെ വീട് തുറക്കാനെത്തിയപ്പോഴാണ് വീട് തുറന്നു കിടക്കുന്ന നിലയിൽ കണ്ടത്. മുറികളിലുണ്ടായിരുന്ന ഫയലുകളും മറ്റും താഴെ വിതറിയിട്ട നിലയിലാണ്. അലമാരയിലുണ്ടായിരുന്ന 4.5 ലക്ഷം രൂപയാണ് മോഷണം പോയതായി പറയുന്നത്. 10 മണിയോടെ ഇവിടെ പൂട്ടിയിട്ട് അച്ഛൻ അങ്ങോട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് കിടക്കാൻ പോയത്. അപ്പോൾ രാവിലെ ഒരു 6 മണിക്കൊക്കെ വന്ന് നോക്കിയപ്പോൾ ഇത് തുറന്നെടുക്കുന്നുണ്ട്. അപ്പോൾ ലോക്കൊക്കെ പൊട്ടിച്ചിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ ഈ വീട്ടിലിപ്പോൾ ആരുമില്ല, ഓഫീസായിട്ട് ഉപയോഗിക്കണം അച്ഛൻ. മറ്റേ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലാണ് കിടക്കാറൊക്കെ. ഇവരുടെ വീട് തന്നെയാണ്, അച്ഛൻ്റെ വീട് തന്നെയാണ്. നഷ്ടപ്പെട്ടിട്ടുണ്ട്, ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛനെ അറിയേണ്ട കണക്കറിയുള്ളൂ, എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഓഫീസിലുണ്ടായിരുന്ന പിന്നെ ഇതായിട്ട് ബിസിനസ്സായിട്ട് ആധാരത്തിൻ്റെ ആവശ്യത്തിനായിട്ട് വെച്ച ക്യാഷ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അച്ഛനെ കറക്റ്റ് അറിയുള്ളൂ, അച്ഛനോട് ചോദിച്ചിട്ട്. പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡോഗ് സ്ക്വാഡൊക്കെ വരും എന്നാണ് പറഞ്ഞത്. തിരൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വെട്ടം ന്യൂസ്, തിരൂർ. താനാളൂരിൽ വെറ്റില പറിക്കുന്നതിനിടെ മധ്യവയസ്കൻ ഷോക്കേറ്റു മരിച്ചു. താനാളൂർ OK പാറയിൽ ഒഴൂർ കുറുവട്ടശ്ശേരി സ്വദേശി മുളവക്കിൽ വിശ്വനാണ് മരണപ്പെട്ടത്. താനാളൂർ OK പാറ സ്വദേശിയുടെ തൊടിയിൽ വെറ്റില പറിക്കുന്നതിനിടെ ഇലക്ട്രിക് ലൈനിൽ തട്ടിയാണ് മരണം സംഭവിച്ചത്. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. താനാളൂർ OK പാറ സ്വദേശിയുടെ തൊടിയിലെ വെറ്റില പറിക്കുന്നതിനിടെയാണ് കുറുവട്ടിശ്ശേരി സ്വദേശിയായ മുളമുക്കിൽ വിശ്വൻ മരണപ്പെട്ടത്. സംഭവം വെറ്റില പറിക്കുന്നതിനിടെ സമീപത്തെ ഇലക്ട്രിക് ലൈനിൽ കൈതട്ടിയാണ് അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമിക വിവരം. സമീപത്തെ വീട്ടുകാരാണ് സംഭവം കണ്ടത്. തുടർന്ന് തിരൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തിരൂർ ജില്ലാശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. സ്മിതയാണ് ഭാര്യ. വിനയ, അഖില, വൈഷ്ണവ് എന്നിവർ മക്കളും വിവേക് മരുമകനുമാണ്. വെട്ടം ന്യൂസ്, തിരൂർ. നിയമവിരുദ്ധ മത്സ്യബന്ധനം തടയണമെന്നാവശ്യപ്പെട്ട് സംയുക്ത മത്സ്യത്തൊഴിലാളി സംഘാടകർ സമരസംഗമം സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 13 വെള്ളിയാഴ്ച 4 മണിക്ക് താനൂരിലും സെപ്റ്റംബർ 14 പൊന്നാനിയിലുമാണ് സമരസംഗമം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12 നോട്ടിക്കൽ വരെയുള്ള സംസ്ഥാന അതിർത്തിയിലും 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള കേന്ദ്ര അതിർത്തിയിലും നടക്കുന്ന നിയമവിരുദ്ധമായ രീതിയിലുള്ള മത്സ്യബന്ധനത്തിന് നടപടിയെടുക്കുക, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങൾക്ക് മത്സ്യം കിട്ടാത്ത അവസ്ഥ സൃഷ്ടിക്കുന്ന ആഴക്കടലിലെ കപ്പലുകളുടെ മീൻപിടുത്തത്തിനെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത മത്സ്യത്തൊഴിലാളി സംഘടനകൾ സമരസംഗമം സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 13 വെള്ളിയാഴ്ച 4 മണിക്ക് താനൂരിലും സെപ്റ്റംബർ 14 പൊന്നാനിയിലുമാണ് സമരസംഗമം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയപ്പോഴാണ് അവർക്ക് ദാരുണമായ അനധികൃത മത്സ്യബന്ധനത്തെ പറ്റിയിട്ട് സൂചിപ്പിക്കേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡബിൾ നെറ്റ് വലകൾ കൊണ്ട് മത്സ്യബന്ധനം നടത്തിയതിൻ്റെ പേരിൽ വലിയ പ്രതീക്ഷയോടെ പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയപ്പോൾ അത് പരിപൂർണമായും അവർക്ക് നഷ്ടമാകുന്ന രീതിയിൽ, മത്സ്യലഭ്യത തീരെ ഇല്ലാതാകുന്ന രീതിയിൽ ഡബിൾ നെറ്റ് കൊണ്ട് അനധികൃത മത്സ്യബന്ധനത്തിലൂടെ ബോട്ട്, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ചില ബോട്ട് ഉടമകളും അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാന ബോട്ട് ഉടമകളടക്കമുള്ള ആളുകൾ കേരളത്തിലെ തീരത്ത് നിന്ന് ഈ രീതിയിലുള്ള മത്സ്യബന്ധനം നടത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വലിയ സമരമുഖത്തേക്ക് ഈ സംയുക്ത സമരസമിതി പോയിട്ട് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊന്നാനിയിലും താനൂരിലും ഒക്കെ സമരസംഗമങ്ങളിലൂടെ
അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരുന്നത്. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് മണ്ണെണ്ണ അടക്കമുള്ള അല്ലെങ്കിൽ ഡീസൽ അടക്കമുള്ള വിലവർദ്ധിത ഇന്ധനങ്ങൾ കൊണ്ടാണ് മത്സ്യബന്ധന തൊഴിലാളികൾ ഇന്ന് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്നത്. സബ്സിഡി പോലുള്ള സംഗതികളൊക്കെ ഇന്ന് വെട്ടിക്കുറച്ചില്ലാതായിരിക്കുക. എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ വളരെയധികം പ്രയാസവും പട്ടിണിയുമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 365 ദിവസക്കാലമുള്ളത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ജോലി 100-120 ദിവസത്തിനുള്ളിൽ ഒതുങ്ങുകയാണ്. അത് തന്നെ പല ഘട്ടങ്ങളിലും ബന്ധനത്തിന് പോയാൽ ഒന്നും ലഭിക്കാതെ തിരിച്ചു പോരുന്ന അവസ്ഥയുണ്ടാവും. ഇവിടെ മറ്റു കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ഈ മത്സ്യബന്ധന തൊഴിലാളികൾ മത്സ്യം പിടിക്കാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന ചെലവ്, ഇന്ധന ചെലവ് വലിയ ഭീമമായ ഇന്ധന ചെലവാണ്. അതൊരു 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇല്ലാതെ വരുമ്പോൾ ആയിരക്കണക്കിന് ഉറുപ്പികയുടെ, ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ നഷ്ടമാണ് ഉണ്ടാവുന്നത്. അത് തന്നെ ഇന്ധനം ലഭിക്കാതെ വരുന്ന ഇന്ധനം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് മത്സ്യബന്ധനത്തിൽ വളരെ അനിവാര്യമാണ്. ഇപ്പൊ മണ്ണെണ്ണയുടെ കാര്യം പറഞ്ഞു, മണ്ണെണ്ണ തീരെ ലഭിക്കാത്തൊരവസ്ഥ വന്നു. അതുപോലെ തന്നെ ഡീസലും പെട്രോളൊക്കെ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ വില. അപ്പോൾ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്ന ഇന്ധന വില, മത്സ്യബന്ധന ഉപകരണങ്ങളുടെ വില, ഇതെല്ലാം കൂട്ടി നോക്കിയാൽ നമ്മുടെ ബോട്ടുകാരും അതിനെതിരാണ്, ബോട്ട് തൊഴിലാളികളും അതിനെതിരാണ്. ചില ബോട്ടുകാർ മാത്രം, ചില വൻകിട ആൾക്കാർ മാത്രമാണ് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതുമായി കേന്ദ്രീകരിച്ച് ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ മാത്രം ഈ സമരം ഒതുങ്ങില്ല എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് കേരളത്തിലേക്ക് ഈ സമരം വ്യാപിക്കാൻ വേണ്ടി ഞങ്ങൾ ആലോചിക്കുന്നത്. സമ്പത്താകെ നശിച്ചു പോകും. ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഭാവിയിലേക്കും കിട്ടാത്ത സാഹചര്യം വരും മത്സ്യസമ്പത്ത് നശിച്ചാൽ. അപ്പോൾ ശക്തമായ നടപടികൾ, നിലപാടുകൾ ആ കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് സംയുക്ത മത്സ്യത്തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നത്. LIC AOI ഏജന്റുമാരെ ദ്രോഹിക്കുന്ന നയത്തിനെതിരെ തിരൂർ LIC ബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. സംഘടനയുടെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം KG സൽമഭായ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് VV സത്യാനന്ദൻ അധ്യക്ഷത വഹിച്ചു. N വേണുഗോപാൽ, B രാജേഷ്, മധു P, C ഷൺമുഖൻ, ഷീജ UM, ഗംഗാധരൻ MP, പ്രതാപൻ C എന്നിവർ സംസാരിച്ചു. K പ്രശാന്ത് സ്വാഗതവും മണികണ്ഠൻ C നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ് തിരൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.